രജനീറ്റ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള സ്റ്റൈലിൽ കുമ്പളങ്ങ സാമ്പാർ, കുമ്പളങ്ങയും തക്കാളിയും മാത്രം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അടുപ്പ് കത്തിച്ച് വെച്ചിട്ട് ഞാനിന്ന് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഒരു കപ്പ് ഞാൻ കഷ്ണം വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ തുവരപ്പരിപ്പാണ് ഉപയോഗിക്കേണ്ടത്, വാളൻ പുളിയും. അപ്പോൾ അതൊക്കെ നമ്മൾ പരിപ്പ് നന്നായി വേവിച്ചെടുക്കുക. പുളി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ഇനി കുമ്പളങ്ങ ഈ വലുപ്പത്തിലാണ് ഞങ്ങൾ പാലക്കാട് സ്റ്റൈലിൽ അരിയുന്നത്. ഇനി തക്കാളി നാടൻ തക്കാളി ആയതുകൊണ്ട് ഒരു തക്കാളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. ഇനി പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കാം. ഒപ്പം നമ്മുടെ വെള്ളം തിളച്ച് വന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കുമ്പളങ്ങ ഇട്ടു. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് നന്നായിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കല്ലുപ്പാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ നന്നായി അതങ്ങ് വെന്ത് വരട്ടെ. ആ സമയത്ത് നമ്മുടെ ഈ പാൻ ഇവിടെ ചൂടായിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ വറക്കണം. അപ്പോൾ തേങ്ങ ചിരവി വെക്കുക. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് സാമ്പാറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു 3-4 ഇല കറിവേപ്പില ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു കൈപ്പിടി തേങ്ങ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ബ്രാഹ്മൺസിൻ്റെ സാമ്പാർ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബ്രാഹ്മൺസിൻ്റെ സാമ്പാർ പൊടിയാണെങ്കിൽ 3 ടീസ്പൂൺ വരെ നമുക്ക് സാമ്പാർ പൊടി ഉപയോഗിക്കാം. കുറച്ച് ഞാൻ കായം പൊടി വാങ്ങിയതാണ്, കായപ്പൊടി അത് തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ കുറച്ച് എരിവ് കുറവുണ്ട് ഈ പൊടിക്ക്. അപ്പോൾ കുറച്ച് മുളക് പൊടിയും ഞാൻ യൂസ് ചെയ്യുന്നു, ഒരു 1/2 ടീസ്പൂൺ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സാമ്പാർ പൊടി നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് നോക്കിയിട്ട് മുളക് പൊടി ചേർത്താൽ മതി. അപ്പോൾ 3 ടീസ്പൂൺ സാമ്പാർ പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മുടെ കായപ്പൊടി, മഞ്ഞൾപ്പൊടി അല്ല കേട്ടോ. അപ്പോൾ അതെല്ലാം ചേർത്ത് നന്നായിട്ട് അത് വറുത്തെടുത്തു. അത് നന്നായി അരച്ചു എടുക്കുക, മഷി പോലെ തന്നെ അരച്ചെടുക്കുക. ഉലുവ ഞാൻ ഇവിടെ പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഡ്രൈ പാനിലാണ് ഇട്ടിരിക്കുന്നത്. തക്കാളി ഞാനിപ്പോൾ സാമ്പാറിലേക്ക് ആഡ് ചെയ്തു. അതുകൂടെ ഒന്ന് തിളച്ച് വരുമ്പം നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. അപ്പോൾ ഞാൻ ഉലുവ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നന്നായി പൊടിച്ചും വയ്ക്കുക. ഇപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കി, അപ്പോൾ അത് കറക്റ്റായിരുന്നു. തക്കാളി നന്നായി വന്നിട്ടുണ്ട്. നമ്മുടെ കുമ്പളങ്ങയും നന്നായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പുളി നന്നായിട്ട് കലക്കി അങ്ങ് ഒഴിക്കുക. അതുപോലെ സാമ്പാറിൻ്റെ നമ്മൾ തേങ്ങ വറുത്തരച്ചത് എടുത്തില്ലേ, അതങ്ങ് നന്നായി ഒഴിക്കുക. പരിപ്പ് നന്നായി ഉടച്ച് നന്നായിട്ടങ്ങ് ചേർക്കുക. ഓക്കെ, നന്നായി തിളപ്പിക്കുക. ഒരു 10 മിനിറ്റ് ഇതെല്ലാം ചേർത്ത് നന്നായി അങ്ങ് വെട്ടി തിളച്ചതിന് ശേഷം കടുക് വറക്കാൻ പോവുകയാണ്. അത് വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ ഞാൻ കടുക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി പൊട്ടി വരിക. അപ്പോൾ കറിവേപ്പില, നിറയെ കറിവേപ്പില ചേർത്തോളൂ. നല്ല ടേസ്റ്റ് തന്നെയാണ്. കറിവേപ്പിലയും ചേർക്കുക. അപ്പോൾ ഞാൻ ഈ പറയുന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ വറവിടലാണ് നമ്മൾക്ക് ഇനി കുറച്ചുകൂടെ ചെയ്യാനുണ്ട്, ഞാൻ വഴിയെ പറയാം. അപ്പോൾ അതാണ് നമ്മളുടെ ഈ സാമ്പാറിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂട്ടുന്നത്. ഈ സ്റ്റെപ്പുകളൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് കൂടെ. ഓക്കെ, ഈ കടുക് വറക്കൽ മാത്രമല്ല, ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേക്ക് നിറയെ മല്ലിയില നന്നായി വാഷ് ചെയ്തതിന് ശേഷം ചെറുതായി അരിഞ്ഞിട്ട് ആ മല്ലിയില ചേർക്കുക. അതിനോടൊപ്പം വറുത്ത് പൊടിച്ച് വെച്ച ഉലുവ നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കായപ്പൊടി ചേർക്കാം. ഓക്കെ, ഇനി ഒരു തണ്ട് കറിവേപ്പില, ഇനി പച്ച വെളിച്ചെണ്ണ. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ വരെ, 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ വരെ നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കങ്ങ് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി. ഇഡ്ലിക്കും ചോറിനും ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമായോ? അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.